അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകത്തുകയുടെ പേരാണ് സ്നേഹം. ഒരു പക്ഷേ ഇല്ലാതാകുമ്പോൾ മാത്രം നാം തിരിച്ചറിയുന്ന സ്നേഹം. ബോബി അച്ഛൻ പറഞ്ഞു കേട്ടതാണ്. ലളിതഗാനത്തിന് 1ാം സമ്മാനം കിട്ടിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് സ്വാഭാവികമായ കൗതുകം കൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ ആരുടെ പാട്ടാണ് മകൾക്ക് കിട്ടിയത്? ഉത്തരം പറഞ്ഞത് പെൺകുട്ടിയുടെ അച്ഛനാണ്. ഞങ്ങൾ രണ്ടാളും പാടില്ല. എൻ്റെ അച്ഛൻ നീറ്റുകക്ക വാരുന്ന തൊഴിലാളിയായിരുന്നു. പണി കഴിഞ്ഞു വരുമ്പോൾ പുള്ളിക്കാരൻ 2 അടിച്ച് ഉറക്കെ പാട്ടുപാടിയാണ് വീട്ടിലേക്ക് വരാറ്. ഞാനും അമ്മയും കുടിച്ചിട്ടുള്ള ഈ നശിച്ച പാട്ടൊന്ന് നിർത്താമോ എന്ന് ചോദിക്കാറുണ്ട്. അച്ഛനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ മരിച്ചു. എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ മകളുടെ തൊണ്ടയിലൂടെ പാടുന്നു എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത്രേ. പറഞ്ഞുപോയ ചില കുത്തുക വാക്കുകളെ ഓർത്തു പോകുന്നു. ഒന്ന് വിളിച്ചു മാപ്പ് പറയാൻ പോലും പറ്റാത്ത വിധം പലരും അകലങ്ങളിലാണ്, ശാരീരികമായും മാനസികമായും. വൈകിയുണ്ടാകുന്ന തിരിച്ചറിവുകൾ മാറ്റുന്നത് കാഴ്ചപ്പാടുകളെയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഇങ്ങനെയൊരു തലക്കെട്ടുണ്ട്, എൻ്റെ ഇരട്ട ലജ്ജ. ആ ഭാഗം വായിച്ചപ്പോൾ ആദ്യം ഗാന്ധി എന്ന വലിയ മനുഷ്യനോട് ചെറുതായിട്ടൊരു പുച്ഛം തോന്നിയെങ്കിലും പിന്നീടത് അങ്ങേയറ്റത്തെ ബഹുമാനമായി മാറി. സ്വന്തം പിതാവ് മരണത്തിലേക്ക് പോയേക്കാവുന്ന ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ തിരുമ്മിക്കൊണ്ടിരുന്ന ഗാന്ധി ചിന്തിച്ചത് മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ കസ്തൂർബയെക്കുറിച്ചായിരുന്നു. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാകാതെ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ചു സമയത്തിനു ശേഷം ആരോ വന്ന് വാതിലിൽ മുട്ടിയിട്ട് പറയുന്നു, അച്ഛൻ മരിച്ചുപോയി. കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ലോകശ്രദ്ധയെ ആകർഷിച്ച ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സംഭവം എൻ്റെ ഇരട്ട ലജ്ജ എന്ന തലക്കെട്ടിൽ എഴുതി വെച്ചത്? ഗാന്ധി എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ഈ പുസ്തകം വായിക്കുന്നവർ തന്നെക്കുറിച്ച് എന്ത് കരുതുമെന്ന് ആ വലിയ മനുഷ്യൻ ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ചില ഏറ്റുപറച്ചിലുകൾ മനസ്സിനെ വിമലീകരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. 2017 ഫെബ്രുവരിയിലാണ് ഞാനാണ് മാറ്റം, ഐ ആം ദ ചേഞ്ച് എന്ന എൻ്റെ വീഡിയോ വൈറലാകുന്നത്. ഓരോ പെൺകുട്ടിയും എൻ്റെ ഉത്തരവാദിത്തമാണ്, അവസരമല്ല എന്നൊരാശയമാണ് അതിലൂടെ പറയാൻ ശ്രമിച്ചത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു വീഡിയോ ചെയ്തത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരറിയാതെ ഫാഷൻ ചാനൽ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന എന്നെ അമ്മ കൈയോടെ പൊക്കിയതാണ് സംഭവം. എൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ച ശേഷം ഒരു കസേര വലിച്ചിട്ട് കൂടെ ഇരുന്നതിനു ശേഷം എന്നോട് ടിവിയിലോട്ട് നോക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. നാണം കാണിക്കാൻ മുഖം പൊത്തിയ എൻ്റെ കൈകൾ അമ്മ ബലമായി പിടിച്ചു മാറ്റിയിട്ട്, നീ ടിവിയിലോട്ട് നോക്കടാ, എന്താ നീ ഇത്ര ഒളിച്ചിരുന്നു കാണുന്നത്?